ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ പിന്നെയും നമുക്ക് ഒരുമിച്ച് ഇപ്രകാരം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗൂഗിൾ മീറ്റിലും അതുപോലെ യൂട്യൂബിലും ഒക്കെയായിട്ട് ഈ സന്ദേശങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ജൂൺ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ്. ആദ്യ ഞായറാഴ്ച നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് ലഭിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മെയ് മാസം ആദ്യത്തെ ഞായറാഴ്ച നമ്മൾ ഒരു ചോദ്യം അത് ഡിസ്കസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് ഈ ആഴ്ചയും നമ്മൾ അത് തന്നെയായിരിക്കും ചിന്തിക്കുക എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. അന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ആരംഭിച്ച ചോദ്യം ഇതാണ്: അക്ഷരത്തിൻ്റെ ശുശ്രൂഷയും ആത്മാവിൻ്റെ ശുശ്രൂഷയും എന്ന് പറയുന്നത് എന്താണ് എന്നാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് തുടങ്ങിയത്. അത് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യമാണ് നമ്മൾ ആദ്യം എടുത്തത്. ആ വാക്യം ഞാൻ ഒരിക്കൽ കൂടെ വായിച്ച് കേൾപ്പിക്കാം. അവൻ ഞങ്ങളെ പുതുനിയമത്തിൻ്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ഇപ്പം ഇവിടെ ആത്മാവിൻ്റെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു പദമാണ്, മറ്റൊരു പേരാണ് പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അവിടെ നിന്ന് നമ്മൾ ആ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്കായിരുന്നു പോയത്. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 33-34 വാക്യങ്ങളാണ് നമ്മൾ പുതിയ നിയമം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ വായിച്ചത്. അവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയായിരുന്നു: എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയുമില്ല എന്ന യഹോവയുടെ അരുളപ്പാട്. അപ്പം അതിൻ്റെ 31-ാം വാക്യത്തെ നമ്മൾ വായിച്ചത്: ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും പുതിയ ഒരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന യഹോവയുടെ അരുളപ്പാട് എന്നാണ്. അപ്പോൾ ആ പുതിയ നിയമം അതാണ് ഇവിടെ 33-34 വാക്യങ്ങളിൽ നമ്മൾ കണ്ടത്. അതിനകത്ത് ഞാൻ അന്ന് പറഞ്ഞു 3 ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ 3 വിശേഷതകളാണ് ആത്മാവിൻ്റെ ശുശ്രൂഷയ്ക്ക് അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയ്ക്കുള്ളത്. അതിനകത്ത് ആദ്യത്തെ വിശേഷത നമ്മൾ കഴിഞ്ഞ മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ച നമ്മൾ പറഞ്ഞു. എന്താണ്? ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപമിനി ഓർക്കുകയുമില്ല. അപ്പം പാപമോചനത്തിലേക്ക് ജനത്തെ നയിക്കുന്ന ശുശ്രൂഷയാണ് അത്. യഥാർത്ഥ സുവിശേഷം, സത്യസുവിശേഷം പ്രസംഗിക്കുന്നതാണ് ആത്മാവിൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ എന്ന് അന്ന് നമ്മൾ കണ്ടു. പിന്നെ 2 കാര്യങ്ങളൂടെ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനുണ്ട് എന്ന് ഞാനന്ന് പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ ആ 2 കാര്യങ്ങളിലേക്കാണ് വരുന്നത്. 33-ാം വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്: എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. അപ്പം പുതിയ നിയമത്തിൻ്റെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷയിലൂടെ സംഭവിക്കുന്ന 2ാമത്തെ കാര്യമെന്ന് പറയുന്നത്, ദൈവം ഇവിടെ പറയുക, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. അപ്പം നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിലാണ് ദൈവം ഇസ്രായേൽ മക്കളുമായിട്ട് ആദ്യത്തെ ഒരു ഉടമ്പടി അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കവനൻ്റ് നിയമം ചെയ്യുന്നത്. അപ്പം ആ നിയമം 24-ാം അധ്യായത്തിൽ
കാളകളുടെ രക്തമൊക്കെ അവരുടെ മേൽ തളിച്ച് ആ നിയമം സ്ഥാപിച്ചതിന് ശേഷം ദൈവം മോശയോട് പറയുകയാണ്, നീ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി വരാനായിട്ട്. ആ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോയ മോശ 40 ദിവസം ആ പർവ്വതത്തിൻ്റെ മുകളിലായിരുന്നു. ആ പർവ്വതത്തിൻ്റെ മുകളിൽ 40 ദിവസമായിരുന്ന സമയത്ത് ദൈവം ചെയ്തത് 2 കൽപ്പലകകളിൽ ആ കൽപ്പനകൾ എഴുതി കൊടുത്തു. എന്നാൽ നമുക്കറിയാം, മോശ തിരിച്ചിറങ്ങി വരുമ്പോൾ ആ ഇസ്രായേൽ മക്കൾ വിഗ്രഹത്തെ ആരാധിക്കുന്നത് കണ്ട് അവൻ കോപിച്ച് ആ കൽപ്പലക എറിഞ്ഞ് പൊട്ടിച്ച് കളഞ്ഞു. ദൈവം രണ്ടാമതും അവനെ ആ പർവ്വതത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്നിട്ട് ആ മോശ കൊണ്ടുവന്ന ആ കൽപ്പലകകളിൽ വീണ്ടും തൻ്റെ ന്യായപ്രമാണം എഴുതി. അപ്പം ആ പഴയ നിയമത്തിൽ, പഴയ ഉടമ്പടിയിൽ ന്യായപ്രമാണം അല്ലെങ്കിൽ കൽപ്പന എഴുതിയിരിക്കുന്നത് കൽപ്പലകയില്ല. എന്നിട്ട് അതെന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ആ പെട്ടകം ഉണ്ടാക്കി കഴിഞ്ഞപ്പം ആ പെട്ടകത്തിനകത്ത് ആ കൽപ്പലക സൂക്ഷിച്ചു വച്ചിരിക്കുക. എന്നിട്ട് ബാക്കിയുള്ള കൽപ്പനകളൊക്കെ മോശ മുഖാന്തരം ജനത്തോട് പറയുകയാണ്. അപ്പോൾ ഈ കൽപ്പന അല്ലെങ്കിൽ ന്യായപ്രമാണം പഴയ ഉടമ്പടിയിൽ, പഴയ കവനൻറ്റിൽ, പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് കൽപ്പലകയിലാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. അപ്പം പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം അവൻ തൻ്റെ ജനത്തിൻ്റെ ഹൃദയങ്ങളിൽ എഴുതുകയാണ്. നേരത്തെ പഴയ കവനൻറ്റിൽ, ഓൾഡ് കവനൻറ്റിൽ, പഴയ ഉടമ്പടിയിൽ അത് കൽപ്പലകകൾ എഴുതി സൂക്ഷിച്ചിരുന്നപ്പോൾ ഇപ്പോൾ ദൈവം പറയുകയാണ്, ഇനി അങ്ങനെയല്ല ഞാൻ ചെയ്യാൻ പോകുന്നത്, എൻ്റെ ജനത്തിൻ്റെ ഹൃദയത്തിൽ, അവരുടെ ഉള്ളിൽ, അവരുടെ ഹൃദയത്തിൽ ഞാൻ എഴുതാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതുവരെ പ്രമാണം പുറത്തിരിക്കുകയായിരുന്നു, പ്രമാണം പുറത്ത്. അപ്പം ഈ പ്രമാണം പുറത്തിരിക്കുന്നത് കൊണ്ട് പുറത്തുനിന്നുള്ളൊരു നിർബന്ധത്തിൻ്റെ പേരിലാണ് ഇവർ ഈ പ്രമാണം എന്ത് ചെയ്യുന്നത്, അനുസരിക്കുന്നത്, പുറത്തുനിന്നുള്ളൊരു നിർബന്ധത്തിൻ്റെ പേരിൽ. അപ്പം ആ നിർബന്ധത്തിൻ്റെ പേരിൽ, പുറത്തു നിന്നുള്ളൊരു നിർബന്ധത്തിൻ്റെ പേരിൽ അവർ ഈ പ്രമാണം അനുസരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം, പലപ്പോഴും നല്ല 99% സമയത്തും അവർ ഈ പ്രമാണം ലംഘിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇത് പുറത്തുനിന്നുള്ളൊരു നിർബന്ധത്തിൻ്റെ പേരില്ല, സ്വന്തം താല്പര്യപ്രകാരം, അവനവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു താല്പര്യപ്രകാരമല്ല ഇത് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെയോ അവർ പുറത്തുനിന്നുള്ളൊരു ബാഹ്യപ്രേരണ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ നാടൻ ഭാഷയിൽ ഒരു ചൊല്ല് പറയാറുണ്ട്, ഉന്തി മരത്തെ കയറ്റിക്കഴിഞ്ഞാൽ കൈയെടുത്താൽ എന്ത് ചെയ്യും, അതുപോലെ താഴേക്ക് വരും. ഇത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അവരിങ്ങനെ എപ്പോഴും ഉന്തി കയറ്റണമായിരുന്നു, ആരെങ്കിലും പുറത്തുനിന്ന് ഇങ്ങനെ ഉന്തി കയറ്റണമായിരുന്നു. അങ്ങനെ ഉന്തുകയാണെങ്കിൽ അവർ കയറും. പക്ഷേ അത് കഴിയുന്നതോടുകൂടെ, ആ ഉന്തുന്ന പരിപാടി നിർത്തുന്നതോടുകൂടെ അവർ കൽപ്പനയൊക്കെ ലംഘിച്ച് താഴേക്ക് ഇറങ്ങി വരികയും ചെയ്യും. ഇതാ സംഭവിക്കുന്നത്. കാരണം ഈ കൽപ്പന എന്ന് പറയുന്നത് പുറത്തായിരിക്കുന്നത്, ബാഹ്യപ്രേരണ കൊണ്ട്, പുറത്തുനിന്നുള്ള നിർബന്ധം കാരണമാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ കൽപ്പനകൾ അനുസരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നത്തെ സഭകളിലും ദൈവമക്കളെയും ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇത് തന്നെയാണ്. കാരണം പുറത്തു നിന്നുള്ള മറ്റെന്തോ ഒരു നിർബന്ധത്താൽ ദൈവവചനം അനുസരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കൂട്ടർ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആൾക്കാരൊക്കെ ദൈവവചനം അനുസരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് പലപ്പോഴും ഉള്ളിൽ നിന്നല്ല വരുന്നത്. അവരുടെ ഉള്ളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ലോകത്തിൻ്റെ ആസ്വാദനങ്ങളും പാപത്തിൻ്റെ ആസ്വാദനങ്ങളും ഒക്കെ അവരുടെ ഉള്ളിൽ കിടക്കണം. അവരുടെ ഉള്ളിൽ അതാ കിടക്കുന്നത്. പിന്നെ പുറമേ നിന്ന് സഭയും വിശ്വാസികളും പാസ്റ്റർമാരും ഒക്കെ അവരെയൊക്കെ പേടിച്ചിട്ട്, അല്ലെങ്കിൽ ദൈവത്തെ പേടിച്ചിട്ട്, ഇങ്ങനെ പുറത്തുനിന്നുള്ള ബാഹ്യപ്രേരണയും നിർബന്ധവും കാരണം അനുസരിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളായി ഇന്നത്തെ സഭയ്ക്കകത്തുള്ളത് മുഴുവൻ. പക്ഷെ അങ്ങനെ ആക്കി തീർക്കുന്നത് ആത്മാവിൻ്റെ ശുശ്രൂഷയല്ല, അത് അക്ഷരത്തിൻ്റെ ശുശ്രൂഷയാണ്. അത് അക്ഷരത്തിൻ്റെ ശുശ്രൂഷയാണ്.
ആത്മാവിൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കാനുള്ള താല്പര്യം നമ്മുടെ ഉള്ളിൽ നിന്ന് സ്വയമായിട്ട് രൂപപ്പെട്ടു വരുന്ന രീതിയിൽ ഉള്ള ശുശ്രൂഷയാണെന്ത് ആത്മാവിൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഇന്ന് പലപ്പോഴും നമ്മൾ അതല്ല കാണുന്നത്. അതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് അക്ഷരത്തിൻ്റെ ശുശ്രൂഷയാണ്. അത് അക്ഷരത്തിൻ്റെ ശുശ്രൂഷയാണ്. കാരണം മറ്റാരെയോ പേടിച്ച് മറ്റാർക്കോ വേണ്ടി എന്ത് ചെയ്യാണ് ദൈവവചനം അനുസരിക്കാനായിട്ട് ശ്രമിക്കുന്ന, എന്നിട്ട് 1-2% വിജയിക്കുകയും 99-98% പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു ജീവിതം. അതാണ് നമ്മൾ കാണുന്നത്. അത് പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷയാണ്. അത് അക്ഷരത്തിൻ്റെ ശുശ്രൂഷയാണ്. പുതിയ നിയമത്തിൻ്റെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അതല്ല. ഈ ന്യായപ്രമാണം അവൻ്റെ ഉള്ളിലാക്കി ഉള്ളിൽ നിന്ന് ഇത് സ്വാഭാവികമായിട്ട് പുറത്തേക്ക് വരുന്ന അതാണ് പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഞാൻ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏതാണെന്ന് ചോദിച്ചാൽ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? 16-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇനിയും വളരെ നിങ്ങളോട് പറയുവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിക്കുവാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ എഫേസ് ലേഖനം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ദൈവം നമ്മളെ അവൻ്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. നമ്മുടെ ശരീരം ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ അവൻ ചെയ്യുന്നത്, അവൻ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. ഈ വഴി നടത്തൽ എവിടെ നിന്നാണ് വരുന്നത്? പുറത്തു നിന്നല്ല വരുന്നത്. പിന്നെയോ നമ്മുടെ ഉള്ളിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്ന്, അതായത് നമ്മുടെ ഉള്ളിൽ നിന്നാണിത് വരുന്നത്. പഴയ നിയമത്തിൽ, പഴയ ഉടമ്പടിയിൽ പ്രമാണം കൽപ്പലകയിൽ എഴുതി പുറത്ത് സൂക്ഷിച്ചിരുന്നപ്പോൾ, പുതിയ നിയമത്തിൽ, പുതിയ ഉടമ്പടിയിൽ ദൈവം ചെയ്തത് ആ പ്രമാണങ്ങൾ ഹൃദയത്തിലെഴുതി നമ്മുടെ ഉള്ളിൽ തരികയാണ് ചെയ്തിരിക്കുന്നത്, ഉള്ളിൽ സൂക്ഷിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അവിടെ നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഈ വചനം അനുസരിക്കാനുള്ള പ്രേരണ വരുന്നത്. അതിലേക്ക് നയിക്കുന്ന ശുശ്രൂഷയാണ് ആത്മാവിൻ്റെ ശുശ്രൂഷ. ഇന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ പരപ്രേരണ കൊണ്ട്, ബാഹ്യപ്രേരണ കൊണ്ടാണ് ദൈവവചനം അനുസരിക്കാനായിട്ട് ശ്രമിക്കുന്നതെങ്കിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആത്മാവിൻ്റെ ശുശ്രൂഷയല്ല. കാരണം ആത്മാവിൻ്റെ ശുശ്രൂഷ നടക്കുന്നിടത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് സ്വയമായിട്ട് പുറത്തേക്ക് വരുന്നത് അത് എന്താണ്? ദൈവത്തോടുള്ള സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ട്, അല്ലേ? 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞതാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടവരായിട്ട് സ്വയമായി ഉള്ളിൽ നിന്ന് വരുന്ന ദൈവവചനം അനുസരിക്കാനായിട്ട് സ്വയമായിട്ട് ഉള്ളിൽ നിന്ന് പ്രേരണ വരുന്ന ആ ശുശ്രൂഷയാണെന്ത്? ആത്മാവിൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഗലാത്യ ലേഖനത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ ആ 19-ാം വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. എന്താണ്? ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, ജഡത്തിൻ്റെ പ്രവൃത്തികളോ. അപ്പോൾ ജഡത്തിൻ്റെ പ്രവൃത്തികളെന്ന് പറയുമ്പോൾ നാം പരപ്രേരണ കൊണ്ട് നമ്മുടെ സ്വന്തം ജഡത്തിൽ ആശ്രയിച്ച്, നമ്മുടെ ശരീരത്തിലും നമ്മുടെ കഴിവിലും നമ്മുടെ പരിശ്രമത്തിലുമൊക്കെ ആശ്രയിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ
എന്താണ്, നല്ലത് ചെയ്യാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും പുറത്തു വരുന്നത് അവിടെ പറഞ്ഞിരിക്കുന്ന ആ ലിസ്റ്റിലെ കാര്യങ്ങളാണ്. ഇതാ റോമാലേഖനം 7-ാം അധ്യായത്തിലും പൗലോസ് പറഞ്ഞത്, നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യുന്നത് ഇച്ഛിക്കാത്ത തിന്മയാണ്. കാരണം ഇത് പരപ്രേരണ കൊണ്ടാണ് ചെയ്തു വരുന്നത്. എന്നാൽ 22-ാം വാക്യം, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം നമ്മൾ വായിക്കുന്നത് ആത്മാവിൻ്റെ ഫലമോ. നോക്കൂ, 19-ാം വാക്യത്തിൽ ജഡത്തിൻ്റെ പ്രവൃത്തി എന്നാണ് പറഞ്ഞത്. എന്നാൽ 22-ാം വാക്യത്തിൽ ആത്മാവിൻ്റെ ഫലമെന്നാണ് പറഞ്ഞത്. ആത്മാവിൻ്റെ പ്രവൃത്തിയല്ല, ആത്മാവിൻ്റെ പ്രവൃത്തിയല്ല, ആത്മാവിൻ്റെ ഫലമാണ്. എന്താ ഫലമെന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഫലം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന കാര്യമാണെന്ത്, ഫലം അല്ലേ. ഞാനിപ്പോൾ ചിന്തിക്കുക, ഞാൻ എൻ്റെ പറമ്പിൽ ഒരു മാവിൻ്റെ തൈ കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് വളർന്നു വരുമ്പോൾ അതിൽ സ്വാഭാവികമായിട്ട് എന്തേ ഉണ്ടാവുകയുള്ളൂ, മാങ്ങയേ ഉണ്ടാവുകയുള്ളൂ. ഒരിക്കലും ഇതിൽ ചക്ക ഉണ്ടാവില്ല, അല്ലെങ്കിൽ തേങ്ങ ഉണ്ടാവില്ല. അതെങ്ങനെയാണ്? മാവ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ശ്രമിക്കുക, അയ്യോ ചക്ക ഉണ്ടാവരുത്, തേങ്ങ ഉണ്ടാവരുത്, വേറെ ആപ്പിൾ ഉണ്ടാകരുത്, മാങ്ങ മാത്രമേ ഉണ്ടാകാവൂ എന്ന് മാവിങ്ങനെ ശ്രമിച്ച് കടിച്ച് പിടിച്ച് അങ്ങനെ ആണോ? അല്ലല്ലോ. ഓട്ടോമാറ്റിക്കായിട്ട് എന്താ ഉണ്ടാകുന്നത്? മാങ്ങയാണ് ഉണ്ടാകുന്നത്. അതാണ് ഫ്രൂട്ട്, അതാണ് ഫലം. സോ ആത്മാവിൻ്റെ ഫലമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ വർക്ക്, എന്നാൽ ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. വർക്ക്സ് ഓഫ് ദ ഫ്ലഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ്. അത് ആത്മാവിൻ്റെ ഫലമാണിത്. അപ്പം ആത്മാവ് നമ്മുടെ ഉള്ളിലിരുന്നിട്ട് ഈ ഉള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ടുണ്ടായി വരുന്നതാണെന്ത്, ആത്മാവിൻ്റെ ഫലം. അതെൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. കാരണം ഈ പ്രമാണം എവിടെ എഴുതിയിരിക്കുക? എൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുക. അതെൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരിക ചെയ്യുന്നത്. അതാണ് ഫലം, അതാ ഫലം. പക്ഷെ ഇന്ന് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പുറത്തിങ്ങനെ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതെല്ലാം ജഡത്തിൻ്റെ പ്രവർത്തികളാണ്. പ്രവർത്തികളെല്ലാം ജഡത്തിൻ്റെയാണ്. പ്രവൃത്തിയാണോ അത് ജഡത്തിൻ്റെയാണ്. അതുകൊണ്ടാണ് ദൈവവചനം പറഞ്ഞത് പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടാനായിട്ട് കഴിയില്ല. ഈ നമ്മുടെ ജീവിതത്തിൽ ദൈവകൽപ്പന അനുസരിക്കുക എന്നുള്ള ആ അവസ്ഥ അത് ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. അത് നമ്മൾ ശ്രമിച്ചിട്ടല്ല. ഞാൻ നന്നാകാനായിട്ട് ശ്രമിച്ചു, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ എന്താണ് അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കേട്ട് ഞാനതീ പറഞ്ഞിരിക്കുന്ന ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ച്, നോ, നെവർ. അതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം എൻ്റെ പ്രിയപ്പെട്ടവരെ അത് ടെക്നിക്കല്ല. അത് ടെക്നിക്കല്ല. അത് എൻ്റെ ഉള്ളിൽ നിന്ന് സ്വാഭാവികമായിട്ട് പുറത്തേക്ക് വരുന്നത് അല്ലേ. കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറഞ്ഞില്ലേ, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. നീ ഒഴുക്കണ്ട, അത് ഒഴുകും. അതൊരു സ്വാഭാവിക പ്രോസസ്സാണ്, ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നത് അത്. അപ്പം അതിലേക്ക് നമ്മെ നയിക്കുന്നതാണെന്ത്, ആത്മാവിൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയുടെ 2-ാമത്തെ ഭാഗം. 1-ാമത്തെ ഭാഗം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു പാപമോചനം, സത്യസുവിശേഷം പ്രസംഗിച്ച് പാപമോചനത്തിലേക്ക് ജനത്തെ നയിക്കുന്നതാണ് പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ, ആത്മാവിൻ്റെ ശുശ്രൂഷയുടെ 1-ാമത്തെ ഭാഗം. 2-ാമത്തെ ഭാഗം നമ്മൾ പറഞ്ഞു അവരുടെ ഉള്ളിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെയും ആ പരിശുദ്ധാത്മാവ് അവരെ സകല സത്യത്തിലും വഴി നടത്തുമെന്നുള്ള യാഥാർത്ഥ്യവും അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അവരുടെ ഉള്ളിലെ ആ പരിശുദ്ധാത്മാവിലൂടെ സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായി വരേണ്ട ഫലമാണത് എന്നുള്ളത് മനസ്സിലാക്കി ആ ഫലം കായ്ക്കുന്ന അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവന്നെത്തിക്കുന്നതാണെന്ത്, പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അല്ലാതെ പ്രിയമുള്ളവരെ ഈ കിടന്ന് സ്റ്റേജിൽ കിടന്ന് ചാടി തകർത്ത് തുള്ളിക്കളിച്ചിട്ട് ഡോളർ കിട്ടാൻ പോകുന്നു, അമേരിക്കയിലേക്ക് അയക്കാൻ പോകുന്നു, ഇതാ വിസ വരുന്നു, പ്ലെയിൻ ടിക്കറ്റ് വരുന്നു, അതൊന്നും അല്ല. അതെന്തെങ്കിലും ആകട്ടെ, പക്ഷെ ആത്മാവിൻ്റെ ശുശ്രൂഷ അതല്ല. ആത്മാവിൻ്റെ ശുശ്രൂഷ, ദൈവവചനപ്രകാരമുള്ള ആത്മാവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ ഒരു നിലവാരത്തിലേക്ക് വിശ്വാസികളെ കൊണ്ടുവന്നെത്തിക്കുന്നത് ആത്മാവിൻ്റെ ശുശ്രൂഷ, പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. തെറ്റിദ്ധരിക്കരുത്, തെറ്റിപ്പോകരുത്. അപ്പം ആത്മാവിൻ്റെ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയുടെ
രണ്ടാമത്തെ ഭാഗം നമ്മൾ പറഞ്ഞത് അത് സ്വയമായിട്ട് ആത്മാവിൻ്റെ ഫലം കായ്ക്കത്തക്ക രീതിയിൽ നമ്മെ പണിതെടുക്കുന്ന ശുശ്രൂഷയാണെന്ത് ആത്മാവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത് യിരെമ്യാ പ്രവചനത്തിലേക്കാണ് നമുക്ക് മടങ്ങി വരാം. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായത്തിൻ്റെ 33-34 വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ നമ്മൾ വായിച്ചത് എങ്ങനെയാണ്? എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. എന്നിട്ട് പറയുക, ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പം ആത്മാവിൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയിൽ നടക്കേണ്ട മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഞാനും ദൈവവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് വരിക എന്നുള്ളതാണ്. ഇടനിലക്കാരുടെ ആവശ്യമില്ലാതെ ഞാനും ദൈവവുമായിട്ട് ഡയറക്റ്റ് ബന്ധത്തിലേക്ക് വരുന്നതാണ്. അങ്ങനെ നയിക്കുന്നതാണെന്ത് ആത്മാവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. നമുക്കറിയാം, പഴയ ഉടമ്പടിയിൽ അവിടെ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ നിൽക്കാനായിട്ട് പുരോഹിതന്മാരുണ്ടായിരുന്നു. സമാഗമന കൂടാരത്തിൻ്റെ അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവം വസിക്കുകയും ജനം പ്രാകാരത്തിൽ നിൽക്കുകയും, ഈ അതിവിശുദ്ധ സ്ഥലത്തിനും പ്രാകാരത്തിനുമിടയിൽ അല്ലെങ്കിൽ ദൈവത്തിനും ജനത്തിനും ഇടയിൽ വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാർ. ഇതാ പഴയ നിയമത്തിൻ്റെ പ്രമാണം. ജനത്തിന് പ്രാകാരത്തിൽ നിന്ന് അതിവിശുദ്ധ സ്ഥലത്തേക്കോ ഈവൻ വിശുദ്ധ സ്ഥലത്തേക്ക് പോലും കയറാൻ പറ്റില്ല. അവർ പ്രാകാരത്തിൽ തന്നെ നിന്നേ പറ്റുള്ളൂ. ദൈവം ഒരിക്കലും ആ അതിവിശുദ്ധ സ്ഥലത്തുനിന്ന് പ്രാകാരത്തിലേക്ക് വരുന്നില്ല. അപ്പം അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്ന ദൈവത്തിൻ്റെയും പ്രാകാരത്തിൽ നിൽക്കുന്ന ജനത്തിൻ്റെയും ഇടയ്ക്ക് വിശുദ്ധ സ്ഥലമുണ്ട്. അവിടെ പുരോഹിതന്മാരാണ്. അപ്പോൾ പുരോഹിതന്മാർ ദൈവത്തിൻ്റെയും ജനത്തിൻ്റെയും ഇടയിൽ നിൽക്കുന്ന മധ്യസ്ഥരായിട്ട്, ഏജന്റുമാരായിട്ട് പുരോഹിതൻ നിൽക്കുകയാണ്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ദൈവം പറയുന്നത്, കഴിഞ്ഞ ആഴ്ച എഫേസ്യ ലേഖനത്തിൽ നമ്മൾ പഠിച്ചതുപോലെ, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവം നിങ്ങളിൽ വസിക്കുന്നു. അപ്പം ഇനി നിങ്ങൾക്കും നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിനും ഇടയ്ക്ക് ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല. കാരണം ദൈവം ഇവിടെ വസിക്കുക, എൻ്റെ ഉള്ളിൽ ദൈവം വസിക്കുക. പിന്നെ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിനും എനിക്കും ഇടയ്ക്ക് ഇനി ഒരു ഇടനിലക്കാരനായിട്ടൊരു പുരോഹിതൻ്റെ ആവശ്യം ഇല്ല. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഇതാണ് പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ. അപ്പം എന്താണ് പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്താണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവും വിശുദ്ധ വംശവും എന്നൊക്കെയാണ് പറയുന്നത്. സോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വീണ്ടെടുക്കപ്പെട്ട എല്ലാവരും അവർ രാജകീയ പുരോഹിത വർഗമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഭാഷകളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ജാതികളിൽ നിന്നുള്ളവരെ വിലയ്ക്ക് വാങ്ങി നിന്റെ ദൈവത്തിന് രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി തീർത്തെന്ന. അപ്പം കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മളെല്ലാവരും ആരാണ്? പുരോഹിതന്മാരാണ്. ഇനി എനിക്കും ദൈവത്തിനും ഇടയിൽ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യം ഇല്ല. ഇതാണ് ആത്മാവിൻ്റെ ശുശ്രൂഷ. നമ്മൾ എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം വായിക്കുന്നുണ്ട്. ആ ഒരു വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെ. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല,
പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് 16-ാം വാക്യം ശ്രദ്ധിച്ച് കേൾക്കണം. അതുകൊണ്ട് കരുണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുക. നോക്കിക്കേ, ഇവിടെ പറയുക, നമുക്ക് ഒരു മഹാപുരോഹിതൻ സ്വർഗത്തിലുണ്ട്. ആരാണ്? ക്രിസ്തു. ആ ക്രിസ്തു എന്ന മഹാപുരോഹിതൻ നമുക്ക് സ്വർഗത്തിലുള്ളത് കൊണ്ട് കരുണ ലഭിക്കുവാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനും ഇനി വേറൊരു പുരോഹിതൻ്റെയോ ഇടനിലക്കാരൻ്റെയോ ആവശ്യമില്ല. പിന്നെ നാം ഓരോരുത്തരും എന്തു ചെയ്യണം? ധൈര്യത്തോടെ കൃപാസനത്തിങ്കിലേക്ക് കടന്നു ചെല്ലണം എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. നോക്കിക്കേ, ഈ ഒരു ബന്ധം ദൈവവും ഞാനുമായിട്ട് വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്ന ശുശ്രൂഷയാണെന്ത്? ആത്മാവിൻ്റെ ശുശ്രൂഷ. എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നത് നമ്മുടെയും ദൈവത്തിൻ്റെയും ഇടയ്ക്ക് പലരും കയറി നിൽക്കുകയാണ് ചെയ്യുന്നത്. സമുദായ സഭകളിൽ മാത്രമല്ല, പെന്തക്കോസ്ത് സഭകൾക്കകത്തും ഇത് നമ്മൾ കാണുന്നുണ്ട്. കാരണം ഇന്ന് പല പാസ്റ്റർമാരും ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടോ, ഞങ്ങളോട് പറയൂ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത് പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷയാണ്. അത് പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുന്നത് പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷയാണ്. പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വ്യക്തിപരമായി നിങ്ങൾക്ക് തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ടും ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാനായിട്ടും കഴിയും എന്ന് പഠിപ്പിക്കുന്നതാണെന്ത്? പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അതാണ് പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ. അപ്പം എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട എന്നല്ല. മറ്റൊരാൾ നമ്മളോട് പ്രാർത്ഥന ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാൽ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊരാൾ ആവശ്യപ്പെട്ടാൽ, ശരി, ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറയുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. കാരണം ബൈബിളിൽ പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പൗലോസ് പറഞ്ഞു, ഇതെല്ലാം ശരിയാണ്. പക്ഷേ എനിക്കെന്തോ പ്രത്യേകതയുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും എന്നുള്ള രീതിയിൽ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നതിനേക്കാൾ ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും എന്നുള്ള സ്റ്റൈലിൽ നിന്നുകൊണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാം, എന്നെ അറിയിക്കുക, എന്നിട്ട് കുറേ സാക്ഷ്യങ്ങളൊക്കെ കേൾപ്പിക്കുന്നു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് രോഗികൾ സൗഖ്യമായത്, വിടുതൽ കിട്ടിയ കുറേ സാക്ഷ്യമൊക്കെ കേൾപ്പിച്ചിട്ട് നിങ്ങൾക്കും പ്രാർത്ഥനാ വിഷയമുണ്ടോ, എന്നോട് പറ, ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുന്നുള്ളതിൻ്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടല്ലോ എന്നൊക്കെയുള്ള രീതിക്ക് ശുശ്രൂഷിക്കുന്നത്, അത് സ്റ്റേജ് ചവിട്ടിപ്പൊടിച്ചാലും വചനപ്രകാരം അത് അക്ഷരത്തിൻ്റെ ശുശ്രൂഷയാണ്, പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷയാണ്. പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് എനിക്ക് വ്യക്തിപരമായിട്ട് നേരിട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട്, സംസാരിക്കാനായിട്ട് കഴിയും എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്ന ആ രീതിയിലേക്ക് എന്നെ വളർത്തിക്കൊണ്ടുവരുന്നതാണെന്ത്? പുതിയ നിയമത്തിൻ്റെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മറക്കരുത്. ഞാൻ നിങ്ങളോട് പച്ചയ്ക്കൊരു യാഥാർത്ഥ്യം പറയാം. ഞാൻ വേദപുസ്തകം പഠിച്ചപ്പോൾ ഒത്തിരി വരങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു വരമാണ് പ്രാർത്ഥനാവരമുള്ള ആളുകൾ. നിങ്ങൾ അങ്ങനെ ഒരു വരം വേദപുസ്തകത്തിൽ കാണുകയാണെങ്കിൽ എന്നെ ഒന്ന് അറിയിച്ചാൽ, ഇന്ന വാക്യത്തിൽ അങ്ങനെ ഉണ്ടെന്ന് അറിയിച്ചാൽ ഞാൻ ഈ പറഞ്ഞ പ്രസ്താവന പിൻവലിക്കാം. ഞാൻ കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. പ്രാർത്ഥനാവരം എന്ന് പറഞ്ഞ് ഒരു വരമില്ല, ഞാൻ കണ്ടിട്ടില്ല. കാരണം വേദപുസ്തകം നമ്മളോട് പറയുന്ന എല്ലാവരും പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവം പ്രത്യേകിച്ച് ആരെയെങ്കിലും എന്നാൽ പിന്നെ നിങ്ങളാരും പ്രാർത്ഥിച്ചാൽ ഞാൻ കേൾക്കില്ല, ഇന്നയാൾ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ സഭയിലെ പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ കേൾക്കും, നിങ്ങളുടെ സഭയിലെ ആ പ്രവാചകയായിട്ടുള്ള അമ്മാമ്മയുണ്ടല്ലോ, അല്ലെങ്കിൽ സെക്രട്ടറി അച്ചായനുണ്ടല്ലോ, അങ്ങേര് പ്രാർത്ഥിച്ചാൽ ഞാൻ കേൾക്കും. നോ, അങ്ങനെ ദൈവം പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല ദൈവത്തിൻ്റെ പദ്ധതി. ദൈവത്തിൻ്റെ പദ്ധതി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ 3 തലങ്ങളാണ്
ആത്മാവിൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, ഒന്ന്, സുവിശേഷത്തിലൂടെ പാപമോചനം ലഭിക്കത്തക്ക രീതിയിൽ സത്യസുവിശേഷം പ്രസംഗിക്കുന്നത്. അത് ശാന്തമായിട്ട് പ്രസംഗിച്ചാൽ മതി, വലിയ ബഹളമൊന്നും ഉണ്ടാക്കണ്ട. ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ശാന്തമായിട്ട് സുവിശേഷം പറഞ്ഞാൽ മതി, സിമ്പിളായിട്ട്. വലിയ വേദപുസ്തകത്തിൽ ഈ പെന്തക്കോസ്ത് ടെർമിനോളജികളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നാട്ടുകാർക്ക്, ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും മറ്റ് ക്രൈസ്തവർക്കും നാട്ടുകാർ ക്രിസ്ത്യാനികൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ലളിതമായിട്ടുള്ള രീതിയിൽ അവരോട് സുവിശേഷം പറയുക. അതാണ് ആത്മാവിൻ്റെ ശുശ്രൂഷ. രണ്ട്, ആ സുവിശേഷം പറഞ്ഞ് വിശ്വസിച്ച് വരുന്നവരെ അവരെ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പരപ്രേരണ കൂടാതെ, ബാഹ്യപ്രേരണ കൂടാതെ, അവരുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ഉള്ളിൽ നിന്ന് അനുസരണം വരത്തക്ക രീതിയിൽ അവരെ പരിശീലിപ്പിച്ചെടുക്കുക. അതാണ് ആത്മാവിൻ്റെ ശുശ്രൂഷ. മൂന്ന്, ദൈവവുമായിട്ട് അവർക്ക് വ്യക്തിപരമായിട്ടുള്ള ബന്ധം എന്ന് വെച്ചാൽ നമ്മൾ അവരെ ദൈവത്തിങ്കിലേക്ക് നയിക്കുന്നവരായിരിക്കുക. ഒരിക്കലും ജനത്തെ എൻ്റെ അടുത്തേക്കല്ല ഞാൻ നയിക്കേണ്ടത്, നിങ്ങൾ ഇങ്ങോട്ട് വാ എന്നല്ല ഞാൻ പറയേണ്ടത്, നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോവുക എന്നാണ് ഞാൻ പറയേണ്ടത്. അതാണ് ആത്മാവിൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ആത്മാവിൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞ് പല പ്രഹസനങ്ങളും നമ്മൾ കാണുന്നുണ്ട്. തെറ്റിപ്പോകരുത്, അതല്ല. സ്റ്റേജ് ഇളക്കി മറിക്കുന്നതോ, പ്ലാറ്റ്ഫോം ചവിട്ടിപ്പൊളിക്കുന്നതോ, ചാടുന്നതോ, തുള്ളുന്നതോ, മൈക്ക് കൊടുത്തിട്ട് ഓടുന്നതോ, കുറേ ബഹളം വയ്ക്കുന്നതോ, കിടന്ന് കെട്ടിമറിയുന്നതോ, ആൾക്കാരെ ഉന്തിയിടുന്നതോ, ഇതൊന്നുമല്ല ആത്മാവിൻ്റെ ശുശ്രൂഷ. ഈ മൂന്ന് കാര്യങ്ങൾ, അതാണ് ആത്മാവിൻ്റെ ശുശ്രൂഷ. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, ആ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ, എന്തെങ്കിലും വിശദീകരണം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്നോട് കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ എപ്പോഴും അതിനകത്ത് എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾക്ക് ഞാനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ദൈവമായ കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച തൊട്ട് നമ്മൾ വീണ്ടും എഫേസ് ലേഖനത്തിലേക്ക് വരും. ഇനി നമ്മൾ ജൂലൈ മാസം 1-ാമത്തെ ഞായറാഴ്ച ആരെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ തരികയാണെങ്കിൽ ആ ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.